വീണ്ടും വന്യജീവി ശല്യത്തിന്റെ വാർത്തകളിലേക്കാണ്. തുടർച്ചയായി മൂന്നാം ദിവസവും കാട്ടാന എത്തിയതോടെ പാലക്കാട് കിഴക്കഞ്ചേരി പനംകുറ്റി നിവാസികളും ആശങ്കയിലാണ്. ഇന്നലെ രാത്രിയോടെ ജനവാസ മേഖലയിലെത്തിയ ആന കൃഷി നശിപ്പിച്ചു. രാത്രിയിൽ അത്യാവശ്യങ്ങൾക്ക് പോലും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, തുടർച്ചയായി മൂന്നാം ദിവസമാണ് ഇവിടെ കാട്ടാന എത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത്ര വലിയ ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. വനംവകുപ്പിന്റെ നടപടികളൊക്കെ എങ്ങനെയുണ്ട്? സാജിദ് അജ്മലിനെ അല്പസമയത്തിനകം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടാന എത്തുന്നത്. ഇതോടെ പനംകുറ്റി നിവാസികൾ വലിയ ആശങ്കയിലാണ്. ഇന്നലെ രാത്രിയോടെ ജനവാസ മേഖലയിലെത്തിയ ആന കൃഷി നശിപ്പിച്ചു. സാജിദ് തുടരുന്നുണ്ട്. സാജിദ്, ഈ പനംകുറ്റിയിൽ ഇന്നലെ കാര്യമായ കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കാട്ടാന? 3 ദിവസം തുടർച്ചയായി ആനയുടെ ശല്യമുണ്ട്. വനവകുപ്പിന് വിവരം അറിയിച്ചു കാണും. അവരുടെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലേ? സൈഫുദ്ദീൻ, കിഴക്കഞ്ചേരിക്ക് സമീപത്തെ പനംകുറ്റിയിലാണ് തുടർച്ചയായി മൂന്നാം ദിവസം ഒറ്റയാൻ ഇറങ്ങുന്നത്. ഒറ്റയാൻ ഈ വാഴത്തോട്ടത്തിലേക്കും മറ്റും ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. ഇതിന്റെ വലിയൊരു ഭീതിയിലും ആശങ്കയിലുമാണ് ആളുകൾ ഉള്ളത്. ഇതിൽ ഈ കുലയ്ക്കാറായ വാഴ, അതോടൊപ്പം തെങ്ങ്, കവുങ്ങ് തുടങ്ങി എല്ലാം തന്നെ ആന നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങാൻ പോലും ആളുകൾക്ക് വലിയ പ്രയാസമാണ്. വൈകുന്നേരം സമയങ്ങളിലും പുലർച്ചെയുമാണ് ഇത് കൂടുതലായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഇതിൽ RRT സംഘം ഉൾപ്പെടെ സ്ഥലത്ത് നിന്ന് ആനയെ തുരത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ബാലകൃഷ്ണൻ എന്ന ഒരു വ്യക്തിയുടെ ഈ കൃഷിത്തോട്ടമാണ് വ്യാപകമായി നശിപ്പിച്ചത്. ഇതുകൂടാതെ മുണ്ടൂരിനടുത്തെ മൈലംപുള്ളിയിലും ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചയോടുകൂടി ഒരു ഒറ്റയാൻ എത്തുകയും ആ ഒരു വീടിന്റെ സിറ്റ് ഔട്ട് കൊമ്പുകൊണ്ട് കുത്തുകയും ആ സിറ്റ് ഔട്ടിന്റെ തൂണിൽ വലിയൊരു ദ്വാരം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ തോതിലുള്ള വന്യമൃഗ ശല്യമാണ് വിവിധ ഭാഗങ്ങളിൽ അനുഭവിച്ച് വരുന്നത്. സൈഫുദ്ദീൻ.